എടിയൂർ പുല്ലംപറമ്പിലെ അറിവ് മാലിന്യ വിഷയം മെയ് 2-ന് ജനകീയ പ്രതിരോധം തീർത്ത ആളുകളെല്ലാം ഇവിടെ ഏറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രദേശത്ത് വീണ്ടും പ്രവൃത്തി നടക്കുകയാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ആ ജനകീയ സമിതി ആരോപിക്കുന്നത്. വില്ലേജ് ഓഫീസ് എടിയൂർ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും വീണ്ടും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനകീയ സമരസമിതി നേതാക്കൾ അത് തടയുവാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിൽ മീഡിയ വിഷൻ എത്തിക്കുന്നത്. എടിയൂർ പഞ്ചായത്തിലെ പുല്ലംപറമ്പ് അറിവ് മാലിന്യ പ്ലാന്റിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭമാണ് കഴിഞ്ഞ കാലങ്ങളിൽ മെയ് 2-ന് നടന്നത്. ആ ഒരു വിഷയം ജനകീയ സമിതിയുടെ ഭാഗമായി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു. പക്ഷേ വീണ്ടും ഈ പ്രദേശത്ത് അറിവ് മാലിന്യ പ്ലാന്റിൽ വീണ്ടും പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു സ്റ്റോപ്പ് മെമ്മോ ജനകീയ സമിതിയുടെ പ്രവർത്തകർ നൽകിയിരുന്നു. സ്റ്റോപ്പ് മെമ്മോ വില്ലേജ് അധികൃതർ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്താൽ ഈ സ്ഥലത്തിന് അത് നിങ്ങളെങ്ങനെ പണിയെടുക്കുക? വില്ലേജ് ഓഫീസർ നേരിട്ട് വന്ന് നിങ്ങളെ ഈ ഭൂമിക്ക് മൊത്തത്തിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. ആരാ മാറ്റാൻ പറഞ്ഞത്? അല്ല, വില്ലേജ് അധികാരികൾ ഒട്ടിച്ച നോട്ടീസ് മാറ്റാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? അതാണ് ഞങ്ങൾ ചോദ്യം. ഈ വില്ലേജ് ഓഫീസർ വന്ന് ഒട്ടിച്ച സ്റ്റോപ്പ് നോട്ടീസ് നിങ്ങൾക്ക് മാറ്റാനുള്ള അധികാരം ആര് തന്നു? നിങ്ങൾ പിന്നെ നിങ്ങളെ ജോലി അതല്ല, അത് നിങ്ങളെ ജോലി ലഭിച്ച ഈ കമ്പനിയുടെ ആളുകളല്ലേ മാറ്റാൻ പറഞ്ഞത്? കമ്പനിയുടെ ആളുകൾ പറഞ്ഞതല്ലേ മാറ്റാന്? അല്ല, കമ്പനിയുടെ ആളുകളെ സ്റ്റോപ്പ് മാറ്റിയത് അവിടുന്ന് അവിടെ അല്ല ആയിരിക്കൂലേ? അത് എന്താ വെച്ചാല് ഇത് അവരൊരുക്കി ഇത് വില്ലേജ് ഓഫീസർ ഈ ഭൂമിക്ക് സ്റ്റോപ്പ് കൊടുത്തതാണ്. നിങ്ങൾ ഈ വർക്ക് ഈ കോമ്പൗണ്ടുള്ള മൊത്തം ഭൂമിക്ക് മൊത്തം സർവേ നമ്പർക്കും സ്റ്റോപ്പ് കൊടുത്തതാണ്. പിന്നെ നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള അധികാരമില്ല. നിങ്ങളോട് പണിയെടുക്കാനുള്ള പറഞ്ഞ ആളെ വിളിക്കുക. അതാണ് നിങ്ങളത്. നിങ്ങൾ തൊഴിലാളികളാണ്. നിങ്ങളോട് പണിയെടുക്കാൻ പറഞ്ഞ ആള് എന്നാ അവരെ വിളിക്കില്ല. ഏതായാലും ഈ ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. ജനകീയ സമരസമിതിയുടെ പ്രവർത്തകരെല്ലാം ഇവിടെ എത്തി ഈ ഒരു അനധികൃതമായ ഈ ഒരു പ്രവൃത്തി നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു ജനകീയ സമിതിയുടെ നേതാക്കൾ തന്നെ പ്രതികരിക്കും. ഏതായാലും ജനകീയ സമിതിയുടെ പ്രവർത്തകർ മറ്റുള്ള ഈ ഒരു നമുക്കറിയാം 5 ഏക്കറോളം വരുന്ന പ്രദേശത്താണ് ഈ ഒരു കമ്പനി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്നത്. സർക്കാർ ഭൂമി കയ്യേറിയും സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിലേക്ക് ഭാവിയിൽ പതിച്ചു നൽകുവാനുള്ള ഭൂമിയിലേക്കുമുള്ള വഴിയും കയ്യേറിയാണ് ഈ ഒരു സെൻറ്റർ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയരുന്നത്. ഏതായാലും ആ പ്രവർത്തനം ഇവിടെ നിർത്തിവെപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ജനകീയ സമരസമിതിയുടെ നേതാക്കൾ നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സർക്കാർ ഭൂമി കയ്യേറിക്കൊണ്ട് എന്ത് തോന്നിവാസം ചെയ്യാന്നുള്ള നിയമം ആരും തന്നിട്ടുണ്ട്? ആരാ തന്നത് ഈ നിയമം? ഞങ്ങൾ നിയമപരമായിട്ടാണ് ഈ ജനകീയ കമ്മിറ്റി നിയമപരമായിട്ടാണ് ഇതിൽ പോയിട്ടുള്ളൂ. ഞങ്ങളിതിൽ ഒരു അക്രമം പോലും നടത്തിയിട്ടില്ല. ഇവിടെ സർക്കാർ ഭൂമി കയ്യേറിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വർക്ക് നടത്താൻ ആരാണ് അനുമതി തന്നത്? സർക്കാർ ഭൂമിയാണ് കയ്യേറിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഭൂമിക്ക്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആര് വർക്ക് ചെയ്യാൻ അനുമതി തന്നു? സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിലേക്കും ഭാവിയിൽ പതിച്ചു നൽകുവാനുള്ള ഭൂമിയിലേക്കുള്ള വഴിയും കയ്യേറിയാണ് ഈ ഒരു പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തി ഈ ഒരു പ്രദേശത്ത് അറിവ് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെയ് 2-ന് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു ജനകീയ പ്രതിരോധം ഇവിടെ തീർത്തിരുന്നു. വലിയ പോലീസ്
കാവലിൽ തന്നെയാണ് ആ ഒരു പ്രതിഷേധ സമരം അലയടിച്ചത്. കേരളത്തിലുടനീളമുള്ള ജനകീയ ഒരു സമരത്തിൻ്റെ ഭാഗമായി തന്നെ എല്ലാ മാധ്യമങ്ങളും അത് വാർത്ത ചെയ്യുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു. പക്ഷേ വീണ്ടും ആ പ്രവർത്തനങ്ങൾ ഈ വില്ലേജ് ഓഫീസിൽ നിന്നും സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടും ഇവിടെ വീണ്ടും ആ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് പ്രദേശവാസികളും ഉന്നയിക്കുന്നത്. നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന ഈ മതിലിന്റെ മുകളിൽ ഒട്ടിച്ചാണ്, അത് കാണുന്നില്ല. ഏതായാലും നൂറുകണക്കിന് പ്രദേശവാസികൾ മെയ് 2 തമ്പടിച്ചിരുന്നു. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ സമരസമിതിയുടെ നേതാക്കൾ തന്നെ വിശദീകരിക്കും. എങ്ങനെയാണ് വീണ്ടും ഈ ഒരു ജനകീയ സമരസമിതി ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയാണ്? എന്താണ് പ്രശ്നം? ഞങ്ങൾ മാന്യമായ രീതിയിൽ ഈ ജനകീയ സമിതി ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ ഇതുവരെയുള്ള സമരങ്ങളും നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വർക്ക് ഈ കമ്പനിയിൽ സർക്കാർ ഭൂമി കയ്യേറിയിട്ട് ഞങ്ങൾക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിയമ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. ആ നിയമ പോരാട്ടം ഞങ്ങൾ ഇപ്പോഴും നടത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ആ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഭൂമി ഇതിലുണ്ട് എന്ന് സർവേ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ വില്ലേജ് ഓഫീസർ ഈ ഭൂമിക്ക് മൊത്തം ഈ കമ്പനി നടക്കുന്ന ഈ ഭൂമി മൊത്തം സർവേ നമ്പർക്ക് സ്റ്റോപ്പുമ്മ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇവിടെ വർക്ക് നടക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ കമ്പനിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് അധികാരികൾ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള അധികാരികൾ കൊടുത്ത സ്റ്റോപ്പുമ്മൻ്റെ ഭാഗമായി ഞങ്ങൾ ആ ഓഫീസിൽ കയറി പറയുകയും ഇവിടെ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരതിൻ്റെ നടപടി എടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ ജനകീയ കമ്മിറ്റി നേരിട്ട് വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. 1.5 മാസം മുൻപാണ് നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇവിടേക്ക് സമരവുമായി എത്തിയത്. അതിൻ്റെ ഭാഗമായി പിന്നെ പ്രവർത്തനം നിർത്തിവെച്ചു. വീണ്ടും തുടരുന്ന സ്ഥിതിയാണോ? അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനം നിർത്തിവെച്ച് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ളത്. അതിലപ്പുറത്തേക്കൊരു പോരാട്ടം ഞങ്ങൾക്ക് നടത്താൻ അറിയാത്തതിൻ്റെ വിഷയമൊന്നും ഞങ്ങളുടെ മുന്നിലില്ല. ഇനിയും ഞങ്ങൾ ജനാധിപത്യ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളൂ. ഈ സർക്കാർ ഭൂമി കയ്യേറിയത് തിരിച്ചു പിടിക്കുക, അതിൻ്റെ എല്ലാ നിയമവും ഞങ്ങളെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ രേഖ ഫുള്ള് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വില്ലേജ് അധികാരികൾ സ്റ്റോപ്പുമ്മ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ വർക്ക് നടക്കുന്ന ഇവരെ ധിക്കാരപരമായ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ധിക്കാരപരമായ രീതിയിലെ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അടിയന്തരമായി നിർത്തിവെക്കണമെന്നാണ് നിയമാധികാരികൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ നിയമാധികാരികൾ അടിയന്തരമായി നിർത്തിവെച്ചില്ല ഞങ്ങൾ ഈ കമ്പനിയിലേക്ക് അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഇതിന് ഉത്തരവാദിത്തമാവില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ജനകീയ സമിതിയാണോ ഈ സ്റ്റോപ്പ് മെമ്മോക്ക് വേണ്ടിയിട്ട് ഈ ഒരു വില്ലേജ് ഓഫീസിൽ ഇത് നൽകുകയും ഒപ്പം സ്റ്റോപ്പ് മെമ്മോ നൽകുകയും വീണ്ടും ഈ ഒരു സ്റ്റോപ്പ് മെമ്മോ വന്നതിന് ശേഷവും ഇത് വില്ലേജ് ഓഫീസർ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു? ഞങ്ങൾ ഈ സ്റ്റോപ്പ് മെമ്മോ 11-ാം തീയതി സ്റ്റോപ്പ് മെമ്മോ എല്ലാ സർവേ നമ്പർക്കും കൊടുത്തു. അതിൻ്റെ മുന്നേ ഒരു 4 ദിവസം മുന്നേ ഒരു നമ്പർക്ക് മാത്രമാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇവരെ കയ്യിലുള്ള മുഴുവൻ സർവേ നമ്പർക്കും ഈ വില്ലേജ് അധികാരികൾ 11-ാം തീയതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അതിന് ശേഷവും ഇതിൽ വർക്ക് നിർത്തിവെക്കുന്ന സ്ഥിതിയില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്നപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ അധികാരികളോട് വില്ലേജ് അധികാരികളോടും നിയമപാലകരോടും പോലീസിനോടും വിവരം അറിയിച്ചപ്പോൾ അവർ ആ രീതിയിലുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. അവർ ഞങ്ങളോട് പറയുന്നത് അവർക്ക് വർക്ക് നടക്കാനുള്ള അനുമതിയുണ്ട്. എന്ത് അനുമതി? സ്റ്റോപ്പുമ്മ കൊടുത്ത ഈ സർക്കാർ ഭൂമി കയ്യേറിയവർക്ക് എന്ത് അനുമതിയാണ് കൊടുത്തു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഈ വിഷയത്തിൽ പറയാനുള്ളത് സ്റ്റോപ്പുമ്മ കൊടുത്തൊരു പഞ്ചായത്ത് സ്റ്റോപ്പുമ്മ കൊടുത്തൊരു ഇതിൽ പണി നടക്കാമെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അപ്പോൾ ഇവർക്ക് ഉദ്യോഗസ്ഥരെയും പിന്നെ നിയമം ഒന്നും ഇവർക്കൊരു പുല്ല് വില കൽപ്പിച്ചുകൊണ്ടുള്ളൊരു പണിയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒരു ഉദ്യോഗസ്ഥർ ഒന്നും വലിപ്പ് കയറൂല എന്നുള്ളൊരു വെല്ലുവിളിയോട് കൂടിയിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ കൂടുന്നത് ഒരു സ്റ്റോപ്പ് ഒട്ടിച്ചത് കീറിയിട്ട് ഇവിടെ വന്ന് വീണ്ടും പണി തുടങ്ങണമെങ്കിൽ ഓൾക്ക് ഉദ്യോഗസ്ഥരെ എടുത്തുന്നുള്ളൊരു പിന്തുണ എന്തെങ്കിലും കിട്ടുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പൗരസമിതിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ ഉദ്യോഗസ്ഥരാരും ഇതിന് കണ്ണുമീച്ച് നോക്കണില്ല എന്നുള്ളതാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് ഇതിന് പറയാനുള്ളത്. എന്നുവെച്ചാൽ ഇത് അധികാരികൾ ഇതിന് കണ്ണുമീച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സമിതിക്ക് ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യം വരണില്ല. ഞങ്ങൾ നല്ല രീതിയിലാണ് ഞങ്ങൾ ഇതിലൂടെ ഇടപെട്ടിട്ടുള്ളതും ഞങ്ങൾ ഓരോരോ ചെയ്തിട്ടുള്ളതും. നിയമങ്ങൾ കൈയേറിയിട്ടില്ല. ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഓരോരോ പരിപാടികൾ അതിൻ്റെ മട്ടത്തിൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ നാട്ടുകാർ ഒന്നും ചെയ്യാത്തത്. നാട്ടുകാർക്ക് ഇത് പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് അക്രമമായിട്ട് കയറാൻ ഞങ്ങൾക്ക് അറിയായിട്ടോ ഒന്നുമല്ല. ഇതിൻ്റെ നിയമം കയ്യിലെടുക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും അടങ്ങി നിൽക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇതിൻ്റെ നല്ലതായൊരു നടപടി സ്വീകരിക്കണം. ഈ സ്റ്റോപ്പുമ്മ എടുത്തുമ്പോൾ പരിപാടി എടുക്കുന്നതിന് വില്ലേജ് ഓഫീസർ അതിനൊരു നല്ലൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്കോട് പറയാനുള്ളൂ.
അനുവദിക്കില്ല. ജനകീയ സമിതി സിന്ദാബാദ്. ഏതായാലും ജനകീയ സമരസമിതി ഈ ഒരു സ്റ്റോപ്പ് മെമ്മോ ഉണ്ടായിട്ടും ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിലുള്ള രോഷാകുലരായാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നാസർ, എങ്ങനെയാണ് വീണ്ടും സമരസമിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ജനകീയ സമരസമിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും പ്രവർത്തനങ്ങൾ നടക്കുകയാണ്? ഇതിലെന്താ സംഭവങ്ങൾ, നമ്മൾ വളരെ നിയമപരമായിട്ടാണ് ഞങ്ങൾ ഇതുവരെയും ഈ സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. നമ്മൾ 2 സമരങ്ങൾ നടത്തി. ഒന്നൊരു സൂചന സമരം ആദ്യം നടത്തി, പിന്നെ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ടൊരു ബഹുജന സമരം തന്നെ കഴിഞ്ഞ മാസം 2-ാം തീയതി നമ്മളിവിടെ നിർത്തി. അന്ന് നമ്മളോട് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനോടും ഇവിടുത്തെ അധികാരികളോടും പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ നിയമം ലംഘിച്ചുകൊണ്ട് ഈ സ്പോട്ടിലേക്ക് കടക്കണില്ല. ഞങ്ങളിവിടെ ഈ 2 ഏക്കർ ഭൂമി ഇവർ രജിസ്റ്റർ ചെയ്ത് ഒരു നിയമപരമായി ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മളിതിന് മുന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളുണ്ട്. മിച്ച ഭൂമിക്ക് പതിച്ചു കൊടുത്ത 5 മീറ്റർ റോഡ് ഇവരിവിടെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇനി മിച്ച ഭൂമി പതിച്ചു കൊടുക്കാനുള്ള ഭൂമിയുള്ള 4 അടി വഴിയും ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ വില്ലേജ് ഓഫീസർ ഇവിടെ അളന്നു നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ടീം ഇവിടെ നിന്ന് അളന്നിട്ട് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മിച്ചഭൂമിയുള്ള റോഡും അതുപോലെ തന്നെ 4 മീറ്റർ റോഡും ഉണ്ട് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്കെച്ച് ഞങ്ങളെ കൈക്കുണ്ട്. ഇത് കൃത്യമായിക്കൊണ്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസർ ചെന്നു. അവിടെ ഫസ്റ്റ് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അതിൽ ഒരു 4 ദിവസം പണി നടന്നിട്ടില്ല. പിന്നീട് വീണ്ടും തഹസിൽദാർ കൊടുത്ത കൃത്യമായ സ്കെച്ച് വെച്ചിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ 5 സർവേ നമ്പർ ഉൾപ്പെടെയുള്ള, ചുരുക്കി പറഞ്ഞാൽ 50 സെൻറ്റുള്ള 4 സ്ഥലങ്ങൾ, അത് ഏകദേശം ഈ നമ്മുടെ വഴിയടക്കമുള്ള 5 സർവേ നമ്പർ ഉൾപ്പെടെയുള്ളതാണ് ഇവിടെ ഒട്ടിച്ച് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഉൾപ്പെടെയുള്ള സംഗതി ഇവിടെ വില്ലേജ് ഓഫീസർ ഇവിടെ ഒട്ടിച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസർ ഒട്ടിച്ച സ്റ്റോപ്പ് മെമ്മോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുവരെ ലംഘിച്ചുകൊണ്ട് ജനങ്ങളെയൊക്കെ പുല്ലുവിലാക്കിക്കൊണ്ട്, ചുരുക്കി പറഞ്ഞാൽ അവരുടെ ആ ധാർഷ്ട്യം എന്ന് തന്നെ പറയാം, ഈ കമ്പനിയുടെ ധാർഷ്ട്യം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വില്ലേജ് ഓഫീസർ കണ്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഞാൻ വഴിക്ക് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ വില്ലേജ് ഓഫീസർ കൃത്യമായിക്കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 5ഓളം സർവേ നമ്പർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അത് കൊടുത്തപ്പോൾ വില്ലേജ് ഓഫീസറുടെ നിങ്ങളിത് തടയണമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞ് എനിക്ക് തഹസിൽദാർക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കേ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചിട്ട് അവർ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, അത്ര നമുക്ക് പറയുള്ളേ, നമ്മൾ കൃത്യമായ രേഖ എവിഡൻസ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റി ഇത് ചെയ്യുന്നത്. എന്നിട്ടും ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്കോ പഞ്ചായത്തിനോ അതുപോലെ തന്നെ പോലീസ് അധികാരികൾക്കോ നിയമപരമായിട്ട് ഇത് തടയാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ജനകീയ സമിതി വല്ലാതെ വഴുകാതെ തന്നെ ഈ ഒരു സ്പോട്ടിലേക്ക് ഞങ്ങൾ ജനകീയമായി സമരം നടത്തി ഈ പണി ഞങ്ങൾ തടസ്സപ്പെടുത്താൻ, ബ്ലോക്ക് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടു നിൽക്കുകയാണ് എന്നാണ് നമുക്കിപ്പോൾ സംശയിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ഇതുവരെ നമുക്ക് വളരെ അനുകൂലമായി എല്ലാത്തിനും നിന്ന ഉദ്യോഗസ്ഥ മേഖലകൾ, വില്ലേജും പഞ്ചായത്തും ഒക്കെ, നമ്മൾ തന്നെ പോലീസൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ട്. എന്താ നമുക്കറിയില്ല, സ്റ്റോപ്പ് മെമ്പർ നിങ്ങൾ കണ്ടപാടെ സ്റ്റോപ്പ് മെമ്പർ കണ്ടോ? ആ സ്റ്റോപ്പ് മെമ്പർ നിങ്ങൾ നോക്കിക്കോളി, അത് ഏതൊക്കെ സർവേ നമ്പർ ഉണ്ട് നോക്കിയോ? ഇതേ ഒരു സർവേ നമ്പറല്ല, 5ഓളം സർവേ നമ്പർ ഇവിടെ ഒട്ടിച്ചിട്ട് ഇനിയൊരു ഒരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ ഒരു വർക്ക് നടത്താൻ പാടില്ല എന്ന് ഞങ്ങളാരും ഒട്ടിച്ചതല്ല. സർക്കാർ ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തിയ ഭൂമിയിൽ വീണ്ടും ഇവരുടെ ധാർഷ്ട്യം കൊണ്ട് ഇവർ വീണ്ടും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തടയേണ്ട ആവശ്യമില്ല സർക്കാരിൽ നിന്നുള്ള, ഞങ്ങൾ നിയമം കയ്യിലെടുക്കണമെന്നില്ല. പക്ഷേ സർക്കാരും ഇതിൻ്റെ സംവിധാനത്തിൻ്റെ അതോറിറ്റിയും ഇത് തടയുന്നില്ലെങ്കിൽ ഈ കമ്മിറ്റി ഇതിനുള്ള ശക്തമായ ഒരു സമരം കൂടി സൈറ്റിലേക്ക് നടത്തി ഈ വർക്ക് ഇവിടെ തടയാൻ ഞങ്ങൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ താഴെ ഇതൊരു ഉയർന്ന പ്രദേശമാണ്. ഈ ഉയർന്ന പ്രദേശത്തു നിന്നാണ് ഞങ്ങൾക്ക് താഴെയുള്ള ആയിരക്കണക്കിന് വീടുകളിലേക്കുള്ള കുടിവെള്ളത്തിൻ്റെ ഏക സ്രോതസ്സാണിത്. ഇവിടെയാണ് ഇപ്പോൾ ഇവർ ഈ വലിയ കുഴി കുഴിച്ചിട്ട് ഇവിടെയാണ് ഇപ്പോൾ ഈ വെള്ളം മുഴുവൻ കെട്ടി നിൽക്കുന്നത്. നിങ്ങൾ കാണുന്നതല്ലോ, ഇവിടെ പഞ്ചായത്ത് അതുപോലെ തന്നെ വില്ലേജ് മുഴുവൻ ഉദ്യോഗസ്ഥരും ഇവിടെ വന്നിട്ട് ഇത് കണ്ട് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും റവന്യൂ എല്ലാ ഉദ്യോഗസ്ഥർക്കും മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ സർക്കാർ ഭൂമി കയ്യേറി എന്നുള്ള 100% ബോധ്യത്തോടു കൂടെയാണ് ഇവരിവിടെ സ്റ്റോപ്പ് മെമ്മോ ഒട്ടിച്ചിട്ടുള്ളത്. ആ സ്റ്റോപ്പ് മെമ്മോ ഇവർ കീറി കളഞ്ഞുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. ഇവിടെയുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ മുഴുവൻ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ ഇവർ വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി ഇത് ഈ അടുത്ത് ഈ വലിയ കുഴി മാന്തുമ്പോൾ ഇവിടെ റെഡ് അലേർട്ടുള്ള നല്ല മഴയുള്ള സമയത്താണ് ഈ കുഴി 2 JCB നിൽക്കുന്ന ഇതിൽ ആഴത്തിലാണ് ഈ കുഴി കുഴിച്ചിട്ടുള്ളത്.
അന്ന് ഇവിടുന്ന് ഞങ്ങൾ ജനകീയ സമിതിൻ്റെ ആളുകൾ വന്നിട്ട് നമ്പർ ബോർഡ് വരെ ഇല്ലാത്ത JCBയും ടിപ്പറുമാണ് ഇവിടെ മണ്ണെടുത്തിരുന്നത്. ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും മനസ്സിലായി. നമ്മളൊരു സാധാരണക്കാരൻ ഇന്നൊരു വീട് പണിക്കൊരു തറക്ക് ലേശം മണ്ണെടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ വണ്ടി പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകും. ഇതുപോലെ ഒരു കണ്ടുപോകാമെന്നല്ലാതെ അതിനൊരു ആക്ഷൻ എടുത്തില്ല. വീണ്ടും ഞങ്ങൾ വിളിച്ചു, ഇത് വന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം, ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ നിയമപാലകരുള്ളത്. ഇതിൻ്റെ ആളുകളും ഒരു വക്കീലന്മാരാണെന്നാണ് പറഞ്ഞത്. ഒരു കൂട്ടായ്മയുടെ കീഴിലാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പരത്തി പാലിക്കാനുള്ളതാണ് നിയമങ്ങൾ, പക്ഷേ ഇവർ നിയമലംഘനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ ഇതിൽ ഈ സ്റ്റോപ്പ് മെമ്മോ ഒട്ടിച്ചിട്ട് ഇവിടെ പണി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരതല്ല. ഇവിടെ പണി നടക്കുമ്പോൾ അവരോട് പോയി പറയുന്നുണ്ട് ഇവിടെ പണി നടക്കുന്നുണ്ട്, ഒന്ന് വന്നു നോക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനോ ഇതുവരെ ഇവർ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി വില്ലേജ് ഓഫീസിലേക്കാണ് പോകുന്നത്. മാർച്ച് ഞങ്ങൾ അവിടെ പോകും. അവിടെ പോയിട്ട് അവിടുന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അവരെന്താണ് അത് ചെയ്യണം നോക്കട്ടെ. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഇന്ന് വില്ലേജ് ഓഫീസർ നമ്മൾ 2 ദിവസം മുന്നേ കണ്ടതാണ്. പക്ഷേ വില്ലേജ് ഓഫീസർ അതിനാലെ ഒരു നല്ലൊരു നിലപാട് നമ്മളോട് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി നേരെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഈ വിഷയം ഒന്നും കൊണ്ട് ധരിപ്പിച്ചിട്ട് CIക്ക് വിളിക്കാൻ പറഞ്ഞു. CIക്ക് വിളിച്ചിട്ടില്ല, ഞങ്ങളവിടെ കുത്തിയിരിക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ട്. ആ തീരുമാനം അപ്പോൾ പോലീസ് വരുമല്ലോ, അവിടെ വരുമ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത്. കുത്തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും. ഏതായാലും വരും ദിവസങ്ങളിൽ ജനകീയ പ്രക്ഷോഭം ഈ ഒരു പ്രവർത്തനം നിർത്തുന്നത് വരെ ജനകീയ പ്രക്ഷോഭം. അതെ, ഇതുവരെ ഞങ്ങൾ സാധാരണ രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഇവരെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നടത്തിയിട്ടുള്ളത്. ഇനി ഞങ്ങൾ ജനകീയ സമിതിയുടെ കീഴിൽ ഞങ്ങളുടേതായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഈ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെയാണ് സ്റ്റോപ്പ് മെമ്മോ, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റോപ്പ് മെമ്മോ ഈ ഒരു മതിലിൽ പതിച്ചിരുന്നു എന്നാണ് സമരസമിതിയുടെ ആളുകൾ പറയുന്നത്. ഏതായാലും രണ്ട് മതിൽ ഞങ്ങളതിൻ്റെ വീഡിയോ എടുത്ത് വില്ലേജ് ഓഫീസിലെ അധികാരികൾ വന്ന് ഒട്ടിച്ച വീഡിയോ ആണ് എൻ്റെ ഫോണിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതേ ചുമരിൽ, ആ ചുമരിലിപ്പോൾ അത് കാണുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവർ ധിക്കാരപരമായ രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമം ഇവർക്കുണ്ട്, എന്ത് നിയമം അവർക്ക് ഉള്ളതെന്നുള്ള ഞങ്ങൾക്ക് അറിയുന്നില്ല. ഈ സ്റ്റോപ്പമ്മ ഉൾപ്പെടെ ഒട്ടിച്ചിട്ട് ഇവർ ഈ ധിക്കാരപരമായി വർക്ക് നടത്തുമ്പോൾ ജനങ്ങളെ ആകെ പ്രകോപിപ്പിക്കുന്ന രീതിയാണ് ഇവർ ചെയ്യുന്നത്. ഞങ്ങൾ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ കമ്പനിയല്ല, ഇവിടെ ഒരു അവസ്ഥ പോലും ഉണ്ടാവാത്ത രീതി ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഞങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്രകോപനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ രീതിയിലൊന്നും ഞങ്ങൾ മാറും. ഇപ്പോൾ ഞങ്ങൾ നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രം ചെയ്യുന്നുള്ളൂ. ഈ സ്ഥലത്ത് ഈ ചുമരുമ്മലാണ് ഈ സ്റ്റോപ്പമ്മ ഒട്ടിച്ചെടുത്താ. ഈ നിലത്താ, ആ നിലത്ത് അവർ എടുത്തിട്ടിരിക്കണം ആ സ്റ്റോപ്പമ്മ. ഇതാണ് സാഹചര്യം. അപ്പോൾ ഇവർക്ക് ധിക്കാരപരമായി ഈ കമ്പനി നടത്തുന്ന ഒരു വക്കീലന്മാർ, നിയമം അറിയുന്ന ആളുകളാ എന്നുള്ള ധിക്കാരപരമായ രീതിയിലുള്ള പ്രവർത്തനം ഇവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത്, നിയമം നിങ്ങൾ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ നിയമം ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വരും. നിയമം നിങ്ങൾ നടപ്പിലാക്കി നിങ്ങളോട് നിരന്തരം വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ പോലീസ് അധികാരികൾ ഉൾപ്പെടെ നിരന്തരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നിയമം മാത്രം നടപ്പിലാക്കിയാൽ മതി, അതിലപ്പുറത്തേക്ക് നിങ്ങളൊന്നും ചെയ്യേണ്ട. ആ നിയമം സ്റ്റോപ്പമ്മ കൊടുത്ത നിയമം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്ത നിയമം അധികാരികൾ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിൽ നിന്നുള്ള ഈ കമ്മിറ്റി ഭാരവാഹികൾ ഈ കമ്പനിയിലേക്ക് വന്നിട്ട് ഇവിടെ പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടി പറയേണ്ട അവസ്ഥ വന്നു. അതാണ് നിയമപാലകർ നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുമെന്ന് പറയുന്നത് ഇതാണ് സ്ഥിതി. അപ്പോൾ ആ നിയമം ഞങ്ങളെ കൊണ്ട് കയ്യിലെടുപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ് ഈ നിയമ അധികാരികൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഏതായാലും ഈ ഒരു ജനകീയ സമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെയ് 2 ജനകീയ സമരം നടന്നിരുന്നു. നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമെല്ലാം ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ഒരു ജനകീയ സമരമാണ്. എല്ലാവരെയും ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു വലിയ പോലീസ് സന്നാഹത്തിൽ, പോലീസ് കാവലിൽ ഇവിടെ ഒരു സമരം നടന്നത്. ആ സമരം സമാപിച്ചിട്ട് ഏകദേശം 1.5 മാസം മാത്രമാകുന്നത്. ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിരുന്നു. സ്വാഭാവികമായും പ്രദേശത്തിൻ്റെ കുടിവെള്ള പ്രശ്നം, തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളിലെ വിഷയങ്ങൾ, അങ്ങനെ നിരവധി ഒരു നാടിനെ ബാധിക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ് ഈ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ എടയൂരിലെ ഈ പുല്ലമ്പറമ്പിൽ വരുന്നതോടുകൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനകീയ സമരസമിതി ഇതിനൊരു തടയിടാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ജനകീയ സമരസമിതിയുടെ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ, പോലീസിൻ്റെ എല്ലാം ഒത്താശയോടുകൂടി ഈ ഒരു പ്രവർത്തനങ്ങൾ വീണ്ടും നടക്കുന്ന. സ്റ്റോപ്പ് മെമ്മോ ഈ ചുമരിൽ പതിച്ചിരുന്നു, പല ഭാഗങ്ങളിലായി പതിച്ചിരുന്നു. സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചത് ഈ ഒരാഴ്ച മുൻപ് മാത്രമാണ്. ആ പതിച്ച സ്റ്റോപ്പ് മെമ്മോ എടുത്തു മാറ്റിക്കൊണ്ട് വീണ്ടും പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഈ ഒരു സമരസമിതിയുടെ നേതാക്കൾ പറയുന്നത്. ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാം എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നാണ് സമരസമിതിയുടെ നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്നത്. മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു എടയൂർ.